ഈ ഹിപ്നോസിസത്തിനൊപ്പം മെസ്മരിസം എന്ന് പറയുന്ന ഒരു ടേം കേരളം പതിയെ കേട്ടു തുടങ്ങുന്നുണ്ട്. എത്ര പേരൊക്കെ അത് അറിയുമെന്ന് ഇപ്പോഴും അറിയില്ല. ഹിപ്നോസിസം തന്നെ ഈ അടുത്ത കാലത്താണ്. മെസ്മരിസം എന്താണെന്നുള്ളത് പറയുമ്പോൾ ഒരുപക്ഷെ അത് എത്രത്തോളം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ജിനുവിന് അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും? മെസ്മരിസം എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് മെസ്മരിസത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം നമ്മൾ സംസാരിച്ചൊരു വാക്കായിരുന്നു എനർജി. മെസ്മരിസം ഇസ് ബേസ്ഡ് ഓൺ എനർജി. എനർജി ഹീലിംഗ് ആണ്. ലോകത്തിലുള്ള എല്ലാ സംഭവത്തിനും എനർജി ഉണ്ട്. ഈവൻ പ്ലാന്റ്സിനടക്കം എനർജി ഉണ്ട്. ഇപ്പോൾ അത് ഈ ഹോമിയോപ്പത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയും. പ്ലാന്റ്സിൽ വൈറ്റൽ എനർജി അല്ലെങ്കിൽ വൈറ്റൽ ഫാക്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ചെടികൾക്കാണെങ്കിലും ജീവികൾക്കാണെങ്കിലും. ഇപ്പോൾ പെർസിപ്പിറ്റേഷൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് സ്വെറ്റിംഗ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ചെടിയിൽ നമ്മൾ എടുത്തിട്ട് ചെടി റിപ്പീറ്റായിട്ട് ഒരു 2 ചെടികൾ എടുത്ത് വെച്ചിട്ട് ഒരു ചെടിയുടെ മൊത്തം അസഭ്യങ്ങൾ പറയും, ഇല്ലാത്തതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ള ചെടി കരിഞ്ഞു പോകും. പക്ഷേ മറ്റേ ചെടീനെ എടുത്ത് മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് വൈബ് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. അതൊരു സയൻറ്റിഫിക്കലി എവിഡൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതേ എനർജി നമുക്ക് ഈ പറയുന്ന ചെടികൾക്കുണ്ടെങ്കിൽ ദ സെയിം എനർജി ഈസ് ഇൻ ദ യൂണിവേഴ്സ്. ആ സെയിം എനർജി തന്നെയാണ് നമുക്കുള്ളത്. പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ തെറി പറയും. ഉറപ്പായിട്ട് എനിക്കറിയാം. ഇതാണ് മെസ്മരിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന സംഭവമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ആനിമൽ എന്ന് വെച്ചാൽ ആനിമൽ അല്ല, ആനിമ എന്ന് വെച്ചാൽ സോളാണ്. അതിന് മാഗ്നറ്റൈസ് ചെയ്യുക, അത് എനർജി ഹീലിംഗ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് ആനിമൽ മാഗ്നറ്റിസം. ഇത് ഹീലിംഗ്. ഹിപ്നോസിസിൻ്റെ ബിഗിനിങ് തുടങ്ങുന്നത് ഫ്രാൻസ് ആൻറ്റൺ മെസ്മർ എന്ന് പറയുന്ന മെസ്മരിസം ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ടേമിന് മുമ്പ് ഈ സംഭവം കൊണ്ടുവന്നത്. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഹീലിംഗ് ആണ്. ഈവൻ സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന പല പല പ്രാണി ഹീലിംഗ്, കപ്പിംഗ് മെത്തഡ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതും ഈ മെസ്മരിസം എന്ന് പറയുന്ന ഫോമിൽ നിന്നാണ്. കുറച്ചുകൂടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഹിപ്നോട്ടിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും, നമ്മളെ ഒരു കോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഉണർത്തിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് ആളുകൾക്ക് എന്തായാലും മനസ്സിലാവും. മെസ്മരിസത്തെ നമ്മൾ എങ്ങനെയാണ് അത് പറയാം? രണ്ടും സെയിം ടൂൾ തന്നെ ഉള്ളൂ. മെസ്മറൈസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മൾ മെസ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ട്രാൻസിലേക്ക് പോകും, ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും. ട്രാൻസ് എന്ന് പറയുന്നത് ഹിപ്നോട്ടൈസ്ഡ് ആകുന്ന ഒരു അവസ്ഥേനെയാണ് ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മെസ്മറിസം ഉപയോഗിക്കുന്നത്, ഹിപ്നോസിസ് ഉപയോഗിക്കുന്നത്. മെസ്മറിസത്തിൽ ടച്ച് ചെയ്യണ്ട, ഹിപ്നോട്ടിസിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് വേണം ഹിപ്നോട്ടൈസ് ചെയ്യാൻ. മെസ്മറിസ് ചിലപ്പോൾ നോക്കിയിരുന്നു ചിലപ്പോൾ മറിഞ്ഞു വീഴും. ചില നമ്മൾ കണ്ടിട്ടില്ല ചില സ്ഥലത്ത് നമ്മൾ അല്ല റിലീജിയസ് സ്ഥലങ്ങളെ തൊട്ട് കറങ്ങി അടിച്ച് എക്സാക്ട്ലി ദ സെയിം ആണ്. പക്ഷെ അത് ആൾക്കാർ എന്തുകൊണ്ടാണെന്ന് റിജക്ട് ചെയ്യുന്നറിയോ? അത് റിയാലിറ്റി ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ മനുഷ്യ സഹജമായിട്ട് 3 രീതിയിൽ റിയാക്ട് ചെയ്യും. ഫൈറ്റ്, ഫ്ലൈറ്റ് ആൻഡ് ഫ്രീസ്. ഇതിലൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ബിലീഫ് സിസ്റ്റത്തിനെ ക്രാക്ക് ചെയ്യുന്ന ഇഷ്യൂ ആയതുകൊണ്ട് അവരതിനെ ഫൈറ്റ് ചെയ്തു. ചിലർ ഫ്ലൈറ്റ് ചെയ്യും, ചിലർ ഓടി ഒളിക്കും, ചിലർ ഫ്രീസ് ആവും. ഈ 3 റെസ്പോൺസാണ് നോർമലി നടക്കുക. അപ്പോൾ ഈ മെസ്മരിസം എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചാൽ തന്നെ ആൾക്കാർ ഇതിനെ തന്നെ ഈ രീതിയിൽ റിയാക്ട് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രാൻസ് സിനിമയെ പറ്റി ഇത്ര കൗണ്ടർ പറയുന്നതിൻ്റെ കാരണം അവർക്കത് റിസീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന് ഫാക്റ്റ് ഉണ്ട്, യാഥാർത്ഥ്യമാണത്. അപ്പോൾ മെസ്മരിസം എന്ന് പറയുന്നത് ഹിപ്നോട്ടിസം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് ഹിപ്നോട്ടിസം.